ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊന്ന് പറയാൻ ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ആക്ഷൻ ബ്ലോക്ക് നമുക്ക് മാറ്റാം, സിമ്പിളായി കളയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്നതിനെ കുറിച്ചാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന 4 മെത്തേഡ്സ് ആണ്. അപ്പോൾ 4 മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് ശരിയാവും, സക്സസ് ആവും. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആക്കിയതിനു ശേഷം നമുക്ക് താഴെയായിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുത്തതിന് ശേഷം നമുക്ക് മേലെ ഒരു 3 ലൈൻസ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ, സെക്യൂരിറ്റി അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് മേലെ കാണാൻ പറ്റും പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വരിക ഇൻ്റർഫേസ് ആണ്. ഇതിൽ നമുക്ക് മേലെ കാണാൻ പറ്റും കറണ്ട് പാസ്വേഡ്, അവിടെ നമ്മുടെ ഇപ്പോഴത്തെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴെ കാണാൻ പറ്റും ന്യൂ പാസ്വേഡ്, അവിടെ നമ്മുടെ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും റീ എൻ്റർ ന്യൂ പാസ്വേഡ്, അവിടെ നമ്മുടെ ന്യൂ പാസ്വേഡ് നമ്മൾ ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിനുശേഷം മേലെ കാണാൻ പറ്റും ഒരു ടിക്ക് മാർക്ക്, ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ആവും. അപ്പോൾ നമ്മുടെ ഈ ആക്ഷൻ ബ്ലോക്കർ എന്നുള്ള സംഭവം മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും മാറണമെന്നില്ല. അപ്പോൾ ഇത് മാറിയില്ലെങ്കിൽ നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് കിടക്കാം. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്പ് ഇൻഫോ എടുക്കുക. അപ്പോൾ ആപ്പ് ഇൻഫോ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ഫോണിൽ ഓരോരോ മെത്തേഡാണ്. അപ്പോൾ ഈ ഫോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് നമുക്ക് അതിൽ ആപ്പ് ഇൻഫോയുടെ ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എങ്ങനെ വെച്ചാൽ ആപ്പ് ഇൻഫോ എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് അതിൽ കാണാൻ പറ്റും ഫോഴ്സ് സ്റ്റോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൽ കാണാൻ പറ്റും സ്റ്റോറേജ് എന്നുള്ളൊരു ഓപ്ഷൻ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും ക്ലിയർ ക്യാഷും ക്ലിയർ ഡാറ്റയും. അതിൽ നമ്മൾ ഫസ്റ്റ് ക്ലിയർ ക്യാഷ് കൊടുത്തിട്ട് ക്ലിയർ ചെയ്യുക. എന്നിട്ട് അതിനുശേഷം രണ്ടാമത് ക്ലിയർ ഡാറ്റ ക്ലിയർ ചെയ്യുക. അങ്ങനെ ക്ലിയർ ക്യാഷും ക്ലിയർ ഡാറ്റയും നമ്മൾ ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്തതിനു ശേഷം നമ്മൾ ബാക്ക് എടുക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രഷ് ഇൻ്റർഫേസ് ആവും. അവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആക്ഷൻ ബ്ലോക്കഡ് മാറിയിട്ടുണ്ടാവും. ഇനി മാറിയില്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ മെത്തേഡിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻ ബ്ലോക്കഡ് എന്നുള്ള പ്രോബ്ലം നമ്മൾ ഇൻസ്റ്റാഗ്രാമിനെ അറിയിക്കുകയാണ് നമ്മുടെ പ്രോബ്ലം, എന്നിട്ട് സോൾവ് ചെയ്യാൻ പറയാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എപ്പോഴാണ് ഈ ആക്ഷൻ ബ്ലോക്കഡ് എന്നുള്ള ഒരു പ്രോബ്ലം കാണിക്കണേ അറ്റ് ടൈം തന്നെ നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ആക്ഷൻ ബ്ലോക്ക് കാണിക്കുന്ന വിധത്തിൽ. അതെടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുത്തതിന് ശേഷം നമുക്ക് മേലെ കാണാൻ പറ്റും ഒരു 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും ഹെൽപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും റിപ്പോർട്ട് എ പ്രോബ്ലം എന്നുള്ളൊരു ഓപ്ഷൻ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റും റിപ്പോർട്ട് എ പ്രോബ്ലം എന്നുള്ളൊരു ഓപ്ഷൻ, ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വരിക ഇൻ്റർഫേസ് ആണ്. ഇതിൽ നമുക്ക് മേലെ കാണാൻ പറ്റും ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ ഓർ വാട്ട്സ് നോട്ട് വർക്കിംഗ്. അവിടെ നമ്മൾ ഒരു സംഭവം ടൈപ്പ് ചെയ്യാണ്ട് ആ ടൈപ്പ് ചെയ്യേണ്ട സംഭവം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കാണാൻ പറ്റും ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ, ആ ഗാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മേലെ കാണാൻ പറ്റും സബ്മിറ്റ് ബട്ടൺ, ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തില്ല സ്ക്രീൻഷോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ ആക്ഷൻ ബ്ലോക്കഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വെറുതെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള സ്ക്രീൻഷോട്ട് തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരാഴ്ചയിലും വെയിറ്റ് ചെയ്യുക. ഒരാഴ്ചയുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ ഈ ആക്ഷൻ ബ്ലോക്കഡ് എന്നുള്ള സംഭവം മാറി കിട്ടും. ഈ പ്രോബ്ലം സോൾവ് ആവും. അപ്പോൾ ഒരാഴ്ചയിലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ 3 മെത്തേഡ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ആക്ഷൻ ബ്ലോക്കഡ് എന്നുള്ള സംഭവം മാറിയില്ലെങ്കിൽ നമുക്ക് ഇനി 4ാമത്തെ മെത്തേഡ് നോക്കാം. അപ്പോൾ 4ാമത്തെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുത്തതിന് ശേഷം നമുക്ക് മേലെ കാണാൻ പറ്റും 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് അടിക്ക് സ്ക്രോൾ ചെയ്യുക. അതിൽ നമുക്ക് കാണാൻ പറ്റും ലോഗ് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് ലോഗ് ഔട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. എന്നിട്ട് നമ്മൾ ഒരു 3 ദിവസം മാക്സിമം വെയിറ്റ് ചെയ്യുക. 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ആക്ഷൻ ബ്ലോക്കഡൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ 4 മെത്തേഡിൽ ഏതൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ആക്ഷൻ ബ്ലോക്കഡ് മാറ്റാൻ പറ്റും. അപ്പോൾ ഏത് മെത്തേഡ് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ആക്ഷൻ ബ്ലോക്കഡ് മാറ്റാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഏതൊരു മെത്തേഡ് നിങ്ങൾക്ക് സക്സസ് ആവും. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഓക്കെ, ബൈ.